നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഞാനും അച്ഛനും തീരുമാനിച്ചു, സച്ചി അതനുസരിച്ചു. അതുപോലെ ഉള്ളൂ ഇതും. എന്നാൽ ഇത് അങ്ങനെയല്ല. അല്ല, ഒരു തവണ മുടങ്ങിപ്പോയ വിവാഹം, അതിന് മുൻപും പിൻപും അവനോട് സമ്മതം ആരും ചോദിച്ചിട്ടില്ല എന്നുള്ളതാ സത്യം. ഇതിലിപ്പം അർച്ചനയ്ക്ക് എന്താ ഇത്ര വാശിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. വാശിയല്ല എടുത്തി, അർച്ചന പറഞ്ഞാലും കാര്യമില്ല. എന്നെ പോലെ സന്ദീപ് ആവണമെന്നില്ലല്ലോ. ആവണം. ഈ നിൽക്കുന്ന അച്ഛന്റെ മക്കളായ നിങ്ങൾ രണ്ടുപേരും ഒരുപോലെ ആവണം. അല്ല, സച്ചി അർച്ചന ഇപ്പൊ എന്താ പറഞ്ഞു വരുന്നത്? സന്ദീപിന് ഈ വിവാഹത്തിന് താല്പര്യമില്ലെന്നാണോ? അതോ അനഘയല്ലാതെ മറ്റാരെങ്കിലും സന്ദീപ് സ്നേഹിക്കുന്നുണ്ടോ? എന്താ നിങ്ങൾ രണ്ടുപേരും സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്? എന്തായാലും പറയേ. അതച്ഛാ, അങ്ങനെ നമ്മളെയൊക്കെ ചതിച്ചും ഈ നിൽക്കുന്ന അച്ഛനെ വഞ്ചിച്ചും അവന് മറ്റു വല്ല ബന്ധമുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ പറയേ. അച്ഛനെ ചതിച്ചോ അവൻ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അച്ഛനത് സഹിക്കാൻ പറ്റില്ലെന്ന് സന്ദീപിന് അറിയാം. അതുകൊണ്ട് അവൻ അങ്ങനൊന്നും ചെയ്യില്ല. ഒരിക്കലും അവനത് ചെയ്യില്ല. ഒരു അഭിപ്രായം ചോദിച്ചതിന് നിങ്ങൾ എന്തിനാ കാട് കയറി ഓരോന്ന് പറയുന്നത്? നാളെ സ്വാമിയോടൊന്ന് സംസാരിക്കട്ടെ. എന്താണോ പ്രശ്നപരിഹാരം അത് ചെയ്ത് നമുക്ക് നടത്താം. ഞാൻ സന്ദീപിനോട് സൗകര്യം പോലെ സംസാരിച്ചോളാം. ഇതുപോലുള്ള കാര്യങ്ങളിൽ അഭിപ്രായം എഴുന്നള്ളിക്കാൻ വരുമ്പോ ആലോചിച്ച് വേണം ഓരോന്ന് പറയാൻ. സന്ദീപിനെ എതിർത്താലും ഞാനിത് വീണ്ടും എടുത്തിടും. നല്ല സ്നേഹത്തിലിരുന്ന നമ്മള് രണ്ടാളും ആദ്യം വഴക്കിട്ടതും പിണങ്ങിയതും ഇതേ വിഷയത്തിനാ. ആദ്യത്തെ സംഭവം ഇതായതുകൊണ്ട് എനിക്കും ചെറിയൊരു വാശി, സന്ദീപിനെ അനഘയ്ക്ക് തന്നെ കൊടുക്കണമെന്ന്. അതെന്റെ കുറ്റമല്ല കേട്ടോ. എന്റെ അച്ഛനും അമ്മയും വലിയ വാശിക്കാരായിരുന്നു. അതിൽ കുറച്ച് എനിക്കും കിട്ടിയതാന്ന് കൂട്ടിയാ മതി. കുറെ നാളായില്ലേ ഈ ഒരു കാര്യത്തിൽ നമ്മൾ തമ്മിൽ കടിപിടി കൂടുന്നു. ഇട്ടിട്ട് പോവാൻ നോക്ക്, ചുമ്മാ ബോറടിപ്പിക്കാതെ. വർത്തമാനത്തിൽ നിങ്ങൾ വലിയ സാമർഥ്യക്കാരിയാണെന്ന് എനിക്കറിയാം. എന്റെ സാമർഥ്യം ഞാൻ കാണിക്കുന്നതേ വർത്തമാനത്തിലല്ല. ആദ്യം നമ്മൾ വഴക്കിട്ടതും പിന്നെ പിണങ്ങിയതും ഒരേ വിഷയത്തിൽ നല്ല പറയേണ്ടത്. നിങ്ങൾ എത്ര തരം താഴ്ന്ന സ്ത്രീയാണെന്ന് എനിക്ക് മനസ്സിലായത് ഈ വിഷയത്തിലാണെന്ന് തിരുത്തി വേണം പറയാൻ. എന്റെ അച്ഛനും അമ്മയും വലിയ വാശിക്കാരൊന്നുമല്ല. എന്നാൽ അർച്ചന അങ്ങനെയല്ല, അല്പം വാശിക്കാരി തന്നെയാ. ആ വാശി തന്നെ ഞാൻ പറയാം. സന്ദീപിനെ ആതിരയ്ക്ക് തന്നെ ഞാൻ കൊടുക്കും. വിട്ടിട്ട് ഓടുന്നത് ആരാന്ന് ഞാൻ കാണിച്ചു തരാം. കാണാം, കാണണം. സച്ചേട്ടൻ കിടക്കുന്നില്ലേ? കിടന്നിട്ടെന്തിനാ? ഇപ്പൊ ഉള്ള സമാധാനം കൂടി പോയില്ലേ? ഇതെന്താണോ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഓരോന്ന് ഇടുത്തി പോലെ വന്ന് വീഴുക. ഒന്ന് കഴിയുന്നതിന് മുമ്പ് മറ്റൊന്ന്. എന്നാണോ എല്ലാത്തിനും ഒരു പരിഹാരം കാണാൻ പറ്റുന്നത്, ഒരു തീർപ്പുണ്ടാക്കാൻ പറ്റുന്നത്? പറ്റും, നമുക്ക് പറ്റും. ആ തീർപ്പുണ്ടാക്കുന്നതോടെ ഇപ്പോൾ ഉള്ളതിനേക്കാൾ വലിയ സമാധാനക്കേട് ഉണ്ടാവുകയും ചെയ്യും.
അവന്തിയെടുത്ത് വീണ്ടും സന്ദീപിന്റെ അനഘയുടെ വിവാഹം കൊണ്ടിറങ്ങി സ്വസ്ഥത നശിപ്പിക്കുക. ഏട്ടത്തിയല്ലല്ലോ, അച്ഛനല്ലേ നമ്മളെ വിളിച്ച് സംസാരിച്ചത്. ഓരോരുത്തർക്കും ഓരോ വാശിയാണ് ഈ വീട്ടില്. അച്ഛൻ പറയാൻ കാത്തിരിക്കുന്ന പോലെയാ അവന്തിയുടെ വർത്തമാനവും പെരുമാറ്റവും. സച്ചേനി ഇപ്പൊ തോന്നുന്നുണ്ടോ സന്ദീപിനെ ആതിരെ വിവാഹം കഴിപ്പിച്ചത് തെറ്റായി പോയിന്ന്? ഇല്ല, അതൊരു നല്ല തീരുമാനമാണെന്ന് എനിക്ക് തോന്നുന്നേ. സഹിയേട്ടാ, ആ പേര് പറഞ്ഞ് താൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാത്തിനും ഒരു തീർപ്പുണ്ടാക്കല്ലോ. സഹി കിട്ടാ പറയാന്ന് പറഞ്ഞാ നമ്മളിപ്പോ ആ അവസ്ഥയിലാ സച്ചേട്ടാ. അച്ഛൻ എടുക്കുന്ന തീരുമാനത്തെ ഏട്ടത്തി പിന്താങ്ങുന്ന സാഹചര്യം നമുക്ക് നിവൃത്തിയോട് തന്നെയാ. ഇനിയിപ്പോ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഇങ്ങനൊരു അഭിപ്രായം അച്ഛൻ ചോദിച്ച സ്ഥിതിക്ക് അവന്റെ അടുത്ത് ഇപ്പോഴേ വിവാഹത്തിനുള്ള തയ്യാറെടുപ്പ് തുടങ്ങിക്കാണും. നമുക്കൊന്നും ചെയ്യാനാവാത്ത സാഹചര്യമായി മാറും. മുൻപൊക്കെ ആരുടെയോ ഭാഗ്യം കൊണ്ടാ ഇതിനൊക്കെ നമുക്ക് സാധിച്ചത്. എപ്പോഴും ഭാഗ്യം നമ്മളെ തുണയ്ക്കണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് നമുക്ക് തുറന്നു പറയാം അച്ഛനോട് എല്ലാ കാര്യങ്ങളും. എന്തിനാ ഇത്രയും വെച്ച് താമസിപ്പിക്കുന്നേ? എല്ലാം തീരുമാനിച്ച് വിവാഹത്തിനോ വിവാഹത്തലേന്നോ നമ്മൾ പോയി ഇതെല്ലാം അച്ഛനോട് പറഞ്ഞാ അച്ഛൻ അംഗീകരിക്കുന്ന സച്ചേട്ടന് തോന്നുന്നുണ്ടോ? രണ്ടാമതും സന്ദീപുമായുള്ള വിവാഹം സ്വപ്നം കണ്ട് ജീവിച്ച അനഘയുടെ അവസ്ഥ അവന്തിയെടുത്ത് കണ്ടില്ലാന്നടിക്കോ? ഇനി ഈ പറയുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിലും നമ്മൾ അനഘയോട് ചെയ്യുന്ന വലിയൊരു പാപമല്ലേ സച്ചേട്ടാ? അവളും ആതിരെ പോലെ തന്നെ സന്ദീപിനെ സ്നേഹിച്ചതല്ലേ? അതുകൊണ്ട് ഇലയ്ക്കും മുള്ളിനും കേടുവരാത്ത രീതിയിൽ നമുക്ക് തീർപ്പ് കൽപ്പിച്ചൂടെ? താൻ പറഞ്ഞു വരുന്നത് ഇപ്പൊ അച്ഛനോടെല്ലാം പറയണമെന്നാണോ? അതെ. ഇനി സന്ദീപിന്റെ അനഘയുടെ വിവാഹത്തെപ്പറ്റി ഈ വീട്ടിലൊരു സംസാരവും ആലോചനയോ ഉണ്ടാവരുത്. അതുവഴി നമുക്ക് സമാധാനക്കേടുണ്ടാവരുത്. ഇതിപ്പോ തന്നെ എത്രാമത്തെ തവണയാ ഈ വിഷയം പറഞ്ഞ് ഈ മുറിയിൽ തന്നെ നമ്മളിങ്ങനെ ടെൻഷനോടെ നിൽക്കുന്നത്? ഇനിയിപ്പോ എപ്പോഴായാലും ഇതിനൊരു അവസരം കണ്ടല്ലേ പറ്റൂ. അതിപ്പോഴാവുന്നതാ എന്തുകൊണ്ട് നല്ലത്. സച്ചേട്ടനൊന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ പറഞ്ഞല്ലേ ശരിയെന്ന്. അതിൽ ആലോചിക്കാനൊന്നുമില്ല, താൻ പറഞ്ഞത് തന്നെ ശരി. നാളെ അച്ഛനോട് സംസാരിക്കണം. സന്ദീപിനെ കൊണ്ട് തന്നെ സംസാരിപ്പിക്കാം. നമുക്കും പറയാം. നമ്മൾ പറയേണ്ടതുപോലെ പറഞ്ഞ അച്ഛന് മനസ്സിലാവാൻ കാര്യങ്ങൾ തീരുമാനം മാറ്റുകയും ചെയ്യും. ഇനി നമ്മൾ കരുതുന്ന പോലെ സമാധാനത്തോടെ ഉള്ള ഒരു അവസാനം അല്ല ഇതെങ്കിൽ വലിയ പിണക്കങ്ങൾക്കുള്ള വഴിവെട്ടലാവത്. തൽക്കാലം അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട. എല്ലാം നല്ലപോലെ അവസാനിക്കുമായിരിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.